വേറെ എന്നെല്ലാം കണ്ടിട്ട് പോയി. നമുക്ക് എന്തെങ്കിലും ഉപകാരം ചെയ്തു തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. മേയറായിരുന്നപ്പോഴാണ് നമുക്ക് ഉദ്ഘാടനം കഴിച്ച് പൊളിച്ച് ഞങ്ങളെല്ലാം താഴോട്ടാക്കിയത്. പിന്നെ അടുത്ത ആര്യരാജേന്ദ്രൻ വന്നപ്പോഴാണ് ഈ പദ്ധതി ഇവിടെ നടപ്പിലാക്കിയത്. പക്ഷേ ഇത് കടയെന്ന് പറഞ്ഞാൽ ആദ്യം ഷട്ടർ പൊക്കിയ ഒരാളിന് സ്റ്റൂൾ ഇട്ടിരിക്കുക. ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. ഒരാളിന് നിന്ന് കാര്യങ്ങളൊക്കെ ചെയ്യാനുള്ള സ്ഥലമില്ല. അതോടൊപ്പം തന്നെ രണ്ട് കടയും നിർമ്മിച്ചിരിക്കുന്നത് ഫേസ് ടു ഫേസ് തിരിഞ്ഞാണ്. ഒന്നിനും പറ്റില്ല. ചൂട് ചായ വെച്ചിട്ട് എങ്ങനെ കുടിക്കും? ആളുടെ അവിടെ നടന്നു പോകുമ്പോൾ എഴുതിട്ടില്ലേ? ഇതാണ് അവസ്ഥ. നമസ്കാരം. നമ്മളിപ്പോൾ നിൽക്കുന്നത് തിരുവനന്തപുരത്തെ മ്യൂസിയത്തിനും കനകക്കുന്നിനും നടുവിലായുള്ള റോഡിലാണ്. ഈ റോഡിൻ്റെ ഒരു വശത്ത് നമുക്ക് കാണുവാൻ സാധിക്കും നിരവധി ബിൽഡിങ്ങുകൾ കെട്ടിയിട്ടിട്ടുണ്ട്. 2015 മുതൽ 2025 വരെ സ്മാർട്ട് സിറ്റിയുടെ പേരിൽ കെട്ടിപ്പൊക്കി, അതായത് നഗരസഭയുടെ നേതൃത്വത്തിൽ സ്മാർട്ട് സിറ്റിയുടെ കെട്ടിടങ്ങളാണ് ഇത്. കോടിക്കണക്കിന് രൂപ ഈ 2015 മുതൽ 2025 വരെ ചെലവഴിച്ചുകൊണ്ട് നഗരസഭയുടെ നേതൃത്വത്തിൽ കെട്ടിപ്പൊക്കിയ നിരവധി കെട്ടിടങ്ങളാണ്. അതായത് ഈ തെരുവിൽ കച്ചവടം നടത്തുന്നവരെ അവരെ ഇത്തരത്തിലൊരു ഷെൽട്ടറിലേക്ക് അല്ലെങ്കിൽ സുരക്ഷിതമായ രീതിയിൽ കച്ചവടം നടത്തുവാൻ വേണ്ടി സ്മാർട്ട് സിറ്റി നിർമ്മിച്ച കെട്ടിടങ്ങളാണ് ഇത്. ഈ കെട്ടിടത്തിൽ നിലവിലിപ്പോൾ 2 or 3 കച്ചവടക്കാരെ നിലവിലിപ്പോൾ ഉള്ളൂ. കാരണം ഒരു പ്രധാന കാരണമുണ്ട്, നമുക്കിവിടെ കാണുവാൻ സാധിക്കും. ഇതാണ് ഈ ഓരോ കടകളുടെയും മുൻവശമാണിത്. ഇക്കഴിഞ്ഞ ദിവസം മേയർ വി രാജേഷ് ഉൾപ്പെടെയുള്ള നഗരസഭയിലെ സംഘം ഇവിടെ എത്തിയിരുന്നു. അപ്പോഴാണ് ഇവിടുത്തെ കച്ചവടം നടത്തുന്നവർ നിരവധി ആശങ്കകൾ മുന്നോട്ട് വെച്ചത്. അവർക്ക് നിലവിലിപ്പോൾ ഇവിടെ കച്ചവടം നടത്താൻ സാധിക്കാത്ത സാഹചര്യമാണുള്ളത്. കാരണം ഇടുങ്ങിയ മുറികളാണ് അനുവദിച്ചിരിക്കുന്നത്. ഇവിടെ നമുക്ക് കാണുവാൻ സാധിക്കും, ഇതാണ് ഒരു കടമുറി. ഇതിൻ്റെ തൊട്ട് അപ്പുറത്ത് മറ്റൊരു കടമുറിയുമുണ്ട്. അതായത് ഒരാൾക്ക് മര്യാദയ്ക്ക് കച്ചവടം നടത്താൻ സാധിക്കാത്ത സാഹചര്യമാണ് ഇവിടെ ഉള്ളത് എന്നാണ്. എന്തായാലും ഇവിടെ 3 കോടിയിലധികം രൂപ ചെലവഴിച്ചുകൊണ്ടാണ് ഇത്തരത്തിൽ സ്മാർട്ട് സിറ്റിയുടെ ഫണ്ട് വിനിയോഗിച്ചുകൊണ്ട് ഇത്തരത്തിൽ കെട്ടിടം പണിതിരിക്കുന്നത്. ഇത് ആർക്കും തന്നെ ഉപയോഗപ്രദം ആകാത്ത വിധത്തിലാണ് മുൻ ഭരണസമിതി ഉൾപ്പെടെ ഉള്ളവർ ഇത് കെട്ടിപ്പൊക്കിയത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇവിടെ സ്മാർട്ട് സിറ്റിയുടെ എഞ്ചിനീയർ വിഭാഗമാണ് ഇതിൻ്റെ പ്ലാനുകളെല്ലാം തന്നെ തയ്യാറാക്കുന്നത്. നഗരസഭയ്ക്ക് ഇതിന് കൃത്യമായ പങ്കുണ്ട്. അതിൽ വലിയൊരു വീഴ്ച സംഭവിച്ചിരിക്കുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. 20-ലധികം അതായത് കച്ചവട സ്ഥാപനങ്ങളാണ് ഇവിടെ കെട്ടിപ്പൊക്കിയത്. 2015 മുതൽ 2025 വരെയാണ് ഈ സ്ഥാപനങ്ങളുടെ പണി പൂർത്തിയാക്കിയത്. നിലവിലിപ്പോൾ ഇവിടെ 2 or 3 കടകൾ മാത്രമേ നിലവിലിപ്പോൾ ഇവിടെ പ്രവർത്തിക്കുന്നുള്ളൂ. ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു, അതായത് ഇത്രയും കോടിക്കണക്കിന് രൂപ ചെലവഴിച്ചുകൊണ്ട് ഇത്തരത്തിൽ കടകൾ കെട്ടിയിട്ടും ഇത് മര്യാദയ്ക്ക് വിനിയോഗിക്കാൻ സാധിക്കാത്ത സാഹചര്യമാണുള്ളത്. ഇടുങ്ങിയ സ്ഥലമാണ്. ഒരു കടമുറി തന്നെ നിങ്ങൾക്ക് ഈ ദൃശ്യങ്ങളിൽ നമുക്ക് കാണുവാൻ സാധിക്കും. വളരെ ഇടുങ്ങിയ സാഹചര്യം. ഇതിനു മുൻപും സ്റ്റോർ നമ്മൾ ഇവിടെ നിന്നും എടുത്തിട്ടുണ്ട്. അതായത് ഇവിടെ ഒരു ചായ ഉണ്ടാക്കാനുള്ള സാഹചര്യം പോലും ഇല്ല എന്നാണ് ഇവിടുത്തെ കടയുടമ നമ്മളോട് പ്രതികരിച്ചത്. ഇതാണ് ഇവിടുത്തെ സാഹചര്യം. ഇന്നലെ ഇവിടെ മേയർ വന്നിരുന്നു അല്ലേ? ഇവിടെ ഇപ്പോൾ എന്താണ് വിഷയം? വിഷയം വേറെ എന്നെല്ലാം കണ്ടിട്ട് പോയി. നമുക്ക് എന്തെങ്കിലും ഉപകാരം ചെയ്തു തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ചോരുന്നുണ്ടോ? അല്ല, ഇതിനകത്തെല്ലാം ചോരുന്ന ടാർപ്പയിൽ കെട്ടിക്കണേ. പിന്നെ ഇതിനകത്ത് ഇത് കണ്ട ഇടിഞ്ഞ സ്ഥലം ഇത്രയുടെ ഉള്ളു. കണ്ട ഒരു 6 അടി പോലും ഇല്ല. അപ്പം ഇത് എണ്ണച്ചട്ടിയാണ്. ഇത് കത്തിച്ചിട്ട് ഇവിടെ നിൽക്കുന്ന കച്ചവടം ചെയ്യാൻ പറ്റില്ല. ഒരു സാധനം കുഴയ്ക്കാൻ പറ്റില്ല, അരിയാൻ പറ്റില്ല, ഒന്നിനും ഒരു സൗകര്യമില്ല ഒരു ഇതിന്. നമുക്ക് മേയർ എന്തെങ്കിലും ചെയ്തു തരാമെന്നുള്ളൊരു വാക്ക് പറഞ്ഞിട്ടുണ്ട്. കടക്കാരുടെ പ്രതികരണം. ചേട്ടൻ്റെ പേരെന്താ? പേര് ഉണ്ണികൃഷ്ണൻ ചേട്ടനാണ് നമ്മളോട് പ്രതികരിച്ചത്. വർഷങ്ങളായി ഇവിടെ കച്ചവടം ചെയ്യുന്ന ആളാണ്. 30 വർഷമായി എന്നാണ് പറയുന്നത്. അതായത് കച്ചവടക്കാരെ സുരക്ഷിതമായൊരു കേന്ദ്രത്തിലേക്ക് മാറ്റുമെന്ന് മുൻ ഭരണസമിതി ഉൾപ്പെടെയുള്ളവർ പറഞ്ഞുവെങ്കിൽ ഇവിടെ ചായ ഉണ്ടാക്കാൻ പോലും പറ്റാത്ത സാഹചര്യമാണ്. ചൂടടി. പ്രശാന്ത് മേയറായിരുന്നപ്പോഴാണ് നമുക്ക് ഉദ്ഘാടനം കഴിച്ച് പൊളിച്ച് ഞങ്ങളെല്ലാം താഴോട്ടാക്കിയത്. പിന്നെ അടുത്ത ആര്യരാജേന്ദ്രൻ വന്നപ്പോഴാണ് ഈ പദ്ധതി ഇവിടെ നടപ്പിലാക്കിയത്. പക്ഷേ ഇത് കടയെന്ന് പറഞ്ഞാൽ ആദ്യം ഷട്ടർ പൊക്കിയ ഒരാളിന് സ്റ്റൂൾ ഇട്ടിരിക്കുക. അവർ കടയിൽ നിന്ന് രൂപപ്പെടുത്തി കൊടുത്തതേ ഉള്ളൂ, അല്ല ബിസിനസ് ചെയ്യാനല്ലാണ്ട. ഇതണ്ട
ഇതൊക്കെയാണ് അവസ്ഥ. ഇതിപ്പോൾ ഓപ്പോസിറ്റ് ഒരു കട തുറന്നു കഴിഞ്ഞാൽ അതോടെ ആരും ഒന്നിനും പറ്റില്ല. ചൂട് ചായ വെച്ചിട്ട് എങ്ങനെ കുടിക്കും? ആളുടെ അവിടെ നടന്നു പോകുമ്പോൾ കൈ തട്ടില്ലേ? ഇതാണ് അവസ്ഥ. ഞാൻ ആകെ ബിസിനസ്സില്ല, എല്ലാ കട അടച്ചിട്ടിരിക്കുകയാണ്. കണ്ടില്ലേ? നിങ്ങൾ കാണുന്നില്ലേ? എല്ലാം അടച്ചിട്ടിരിക്കുകയാണ്. കാര്യം നമുക്ക് റോട്ടിൽ പോകുന്നവരെ കച്ചവടമാണ് മെയിനായിട്ട്. പിന്നെ മെയിനായിട്ട് ഒരു ഉപകാരം ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നല്ല 7-8 ലക്ഷം രൂപയ്ക്ക് പാർക്കിംഗ് കൊടുത്തുകൊണ്ടിരുന്നതാണ്. ഇപ്പോൾ പാർക്കിംഗ് ഇല്ല. അത് അപ്പോൾ ഇവിടെ വണ്ടികൾ ടൂറിസ്റ്റുകൾ ആരും വരുന്നില്ല. ടൂറിസ്റ്റ് എല്ലാം മ്യൂസിയത്തിൻ്റെ ഫ്രണ്ടിൽ കൊണ്ടിറക്കും. അവർ കവടി അവിടെ ഇവിടെ വണ്ടി കൊണ്ടിടും. അവരിറങ്ങുമ്പോൾ വിളിക്കും, വണ്ടി അപ്പുറം സൈഡ് വരും, കയറി പോകും. അപ്പോൾ ഇവിടെ ടൂറിസ്റ്റിൻ്റെ കച്ചവടമേ പോയി. പണ്ടൊക്കെ ആണെങ്കിൽ കടയും കാണുന്നില്ലല്ലോ. കട കണ്ടുകൂടാ. റോട്ടിൽ നിന്ന് നോക്കി ഇവിടെ കട കാണാൻ പറ്റില്ല. ഒരു ഇതുമില്ല. ഇത്ര ഈ വഴി കൂടെ ആരെങ്കിലും 1-2 നടന്നു പോകണമെങ്കിൽ നമ്മൾ ചായ എന്ന് വിളിച്ചാൽ ചിലവൻ വരും. ഇതാണ് ചേട്ടൻ്റെ പ്രതികരണം. ഇതാണ് ചേട്ടൻ പറഞ്ഞതുപോലെ ഈ ഒരു കടയ്ക്ക് മുൻപിൽ മറ്റൊരു ബിൽഡിങ്ങാണ്, അതായത് മറ്റൊരു കടയാണ് നമുക്ക് ദൃശ്യങ്ങളിൽ നമുക്ക് കാണുവാൻ സാധിക്കും. അതായത് പുറത്തുനിന്ന് വരുന്ന വിനോദസഞ്ചാരികൾക്ക് ഇവിടെ ഒരു കടയുണ്ട് എന്ന് പോലും മനസ്സിലാക്കാൻ സാധിക്കാത്ത വിധം വല്ലാത്തൊരു ഡിസൈൻ ആയിപ്പോയി, അല്ലെങ്കിൽ വല്ലാത്തൊരു പ്ലാനിങ് ആയിപ്പോയി ഇതിൽ നടത്തിയിരിക്കുന്നത് എന്നാണ് പറഞ്ഞു വെക്കാനുള്ളത്. മുൻ ഭരണസമിതിയിലുള്ളവരും മുൻ മേയർമാരും ചെയ്തു വെച്ചിരിക്കുന്നതിൻ്റെ ഒരു ഗുണമാണ് നമുക്കിവിടെ കാണുവാൻ സാധിക്കുന്നത്. എന്തായാലും കോടിക്കണക്കിന് രൂപ ചെലവഴിച്ചുകൊണ്ടാണ് ഇത്തരത്തിൽ ഈ ഒരു പ്ലാനിങ്ങോടുകൂടി സ്മാർട്ട് സിറ്റിയുടെ ഫണ്ട് വിനിയോഗിച്ചുകൊണ്ട് മുൻ ഭരണസമിതി ഇത്തരത്തിലൊരു കെട്ടിടം ഇങ്ങനെ കെട്ടിപ്പൊക്കി ഇതാ നിരത്തി ഇങ്ങനെ പണിതിരിക്കുകയാണ്. നിരവധി കടക്കാർ ഇവിടെ കച്ചവടം ചെയ്യേണ്ടതാണ്. എന്നാൽ ഇവിടെ ഇപ്പോൾ 2-3 കച്ചവടക്കാർ മാത്രമേ നിലവിൽ ഇവിടെയുള്ളൂ. ഈ കെട്ടിടം കെട്ടിയത് കൊണ്ട് യാതൊരുവിധ ഉപകാരവുമില്ല എന്നാണ് ഈ കച്ചവടക്കാരൻ ഉൾപ്പെടെ നമ്മളോട് പറയുന്നത്. അതായത് ഇവിടെ ഈ പലഹാരങ്ങളെല്ലാം തന്നെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, പക്ഷേ ഈ കട കാണാത്തത് കൊണ്ട് അവർക്ക് കച്ചവടം പോലും ലഭിക്കാത്ത സാഹചര്യമാണ് നിലവിൽ ഉള്ളത്. എന്തായാലും ഈ ഒരു വിഷയത്തിൽ മേയറുടെ ഉൾപ്പെടെ നമുക്ക് പ്രതികരണം തേടേണ്ടതുണ്ട്. അദ്ദേഹത്തിൻ്റെ പ്രതികരണത്തിലേക്ക്. അല്ല, അത് 2015-നും 2025-നും ഇടയ്ക്കുള്ള സമയത്ത് പല ഘട്ടങ്ങളിലായാണ് പണി പൂർത്തിയായത്. 2017 കേന്ദ്ര ഗവൺമെൻറ് സാങ്ഷൻ ചെയ്ത സ്മാർട്ട് സിറ്റി പദ്ധതി ഉൾപ്പെടുത്തിയാണ് അത് ചെയ്തത്. എന്നാൽ അതിൻ്റെ ഉദ്ഘാടനം എന്നൊക്കെ പറഞ്ഞ് നടത്തിയിട്ടുണ്ട്. പക്ഷേ ഒരു 1-2 കടയൊഴി 25 കടകളുണ്ട്. അതിൽ 1-2 കടകളൊഴിച്ച് ഒരിടത്തും കച്ചവടത്തിന് ആൾക്കാരും വാടകയ്ക്ക് എടുത്തിട്ടില്ല. അതോടൊപ്പം തന്നെ അവിടെ എല്ലാ കടകളും പൂട്ടിയിട്ടിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെ കുറച്ച് വലിയ പ്രശ്നമാണത്. അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. ഒരാളിന് നിന്ന് കാര്യങ്ങളൊക്കെ ചെയ്യാനുള്ള സ്ഥലമില്ല. അതോടൊപ്പം തന്നെ 2 കടയും നിർമ്മിച്ചിരിക്കുന്നത് ഫേസ് ടു ഫേസ് തിരിഞ്ഞാണ്. അപ്പോൾ ഒരു കടയുടെ പിൻഭാഗമാണ് റോഡിലേക്ക് ഇരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ജനങ്ങൾക്ക് ഇതെന്താണ്, കടയാണോ കച്ചവട സ്ഥാപനമാണോ, ഇവിടെ എന്താണ് വിൽക്കുന്നതെന്ന് അറിഞ്ഞിട്ട് കയറാൻ ഉള്ള സൗകര്യമില്ല. കയറിയാൽ തന്നെ അവർക്ക് നടക്കാനുള്ള സൗകര്യമില്ല. അപ്പോൾ അങ്ങനെയൊക്കെ കുറച്ച് കോംപ്ലിക്കേറ്റഡാണ് ഇഷ്യൂ. ഞങ്ങൾ കഴിഞ്ഞ ദിവസം സ്ഥലം സന്ദർശിച്ചിരുന്നു, സ്മാർട്ട് സിറ്റി ഉദ്യോഗസ്ഥരുമായിട്ട് സംസാരിച്ചിരുന്നു. എങ്ങനെയത് പരിഹരിക്കാമെന്നുള്ളതിനെ കുറിച്ച് ഞങ്ങൾ ആലോചിക്കുകയാണ്. അത് ഒരുപാട് കാര്യങ്ങളിൽ അങ്ങനെയുള്ള വ്യക്തത ഉണ്ട്. തീരുമാനത്തിലേക്ക് എത്താറായിട്ടില്ല. കാരണം ഒരു വിസിറ്റ് കൊണ്ട് മാത്രം തീരുമാനം എടുക്കാൻ പറ്റുന്ന കാര്യമല്ലല്ലോ. ഒന്ന്, കോടിക്കണക്കിന് രൂപ ചെലവഴിച്ചിട്ടുള്ളതാണ്. മറ്റൊന്ന്, ഇനി അത് എന്തെങ്കിലും റിമോൾഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ വീണ്ടും പണം ചെലവഴിക്കണം. അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ ഞങ്ങൾക്ക് ഒരുപാട് ചർച്ചകൾ നടത്തി പ്ലാനൊക്കെ വാങ്ങിയിട്ട് നോക്കിയതിന് ശേഷമൊക്കെ തീരുമാനം പറയാൻ പറ്റുള്ളൂ. എടുക്കുന്ന തീരുമാനങ്ങൾ മണ്ടത്തരങ്ങളാവാൻ പാടില്ലല്ലോ. അത് 3 കോടിയെന്നും പറയുന്നുണ്ട്, 6 കോടിയെന്നും പറയുന്നുണ്ട്. ഞാൻ എൻ്റെ ഫയൽ കൊണ്ടുവരാൻ പറഞ്ഞിട്ടുണ്ട്. ഫയൽ കിട്ടിയിട്ടില്ല. സ്മാർട്ട് സിറ്റി അധികൃതരും ഫയലൊക്കെ കെട്ടി നോക്കിയതിന് ശേഷം എമൗണ്ട് പറയാം. അപ്പുറത്തേക്ക് മാറ്റി 10-12 ബിൽഡിങ്ങുകൾ പണി. അങ്ങനെ പല ആശയങ്ങളും വന്നിട്ടുണ്ട്. പലരും ഓരോരുത്തരും ഓരോ ആശയങ്ങൾ പറയുന്നുണ്ട്. ഞങ്ങളെല്ലാ ആശയങ്ങളും കേൾക്കുന്നുണ്ട്. അത് കുറച്ച് എക്സ്പെർട്ടുകളുമായിട്ടിരുന്നിട്ട് മാത്രമേ ഫൈനൽ ഒരു സൊല്യൂഷനിലെത്താൻ സാധിക്കുകയുള്ളൂ. എന്താണ് ചെയ്യേണ്ടതെന്നുള്ളതിനെക്കുറിച്ചുള്ള സൊല്യൂഷനിലെത്തിയിട്ടില്ല. എന്തായാലും ഈ കച്ചവടക്കാർ നിരവധി പ്രശ്നങ്ങളാണ് മേയർക്ക് മുൻപിലേക്ക് ഇക്കഴിഞ്ഞ ദിവസം പറഞ്ഞിരിക്കുന്നത്. ആ പ്രശ്നങ്ങളെല്ലാം തന്നെ കൃത്യമായി പരിഹരിക്കുമെന്നാണ് മേയർ നമ്മളോട് ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത്. ഒരു കാര്യം കൂടി പറഞ്ഞുകൊണ്ട് നമുക്ക് അവസാനിപ്പിക്കാം. ഇവിടെ കച്ചവടം ചെയ്യേണ്ട കച്ചവടക്കാർ നിലവിലിപ്പോൾ മ്യൂസിയം കവാടത്തിൻ്റെ മുൻപിലാണ് ഇപ്പോൾ കച്ചവടം ചെയ്യേണ്ടത്. അതായത് വെയിലെന്നോ മഴയെന്നോ ഇല്ലാതെ അവർ അതെല്ലാം അനുഭവിച്ചുകൊണ്ട് ഈ മ്യൂസിയം കവാടത്തിന് മുൻപിൽ നമുക്ക് ദൃശ്യങ്ങൾ കാണാം. ഇവിടെ നിന്നും നമുക്ക് മ്യൂസിയത്തിൻ്റെ കവാടം കാണുവാൻ സാധിക്കും. അവിടെ നിലവിലിപ്പോൾ കച്ചവടക്കാർ കച്ചവടം ചെയ്യേണ്ട സാഹചര്യമാണ് ഉള്ളത്.
ഈ ഒരു സംവിധാനം ഇവിടെ ഏർപ്പാടാക്കിയെങ്കിലും ഇവിടെ നിലവിലിപ്പോൾ കച്ചവടം ലഭിക്കാത്ത സാഹചര്യമാണ് ഉള്ളത്. കാരണം ഒരു വിനോദസഞ്ചാരികൾക്ക് പോലും നോട്ടം എത്താത്ത വിധത്തിലാണ് ഈ ഒരു കെട്ടിടം ഇത്രയും കോടിക്കണക്കിന് രൂപ ചെലവഴിച്ചുകൊണ്ട് നഗരസഭയുടെ നേതൃത്വത്തിൽ പണിതിരിക്കുന്നത്. ഈ പണിതിരിക്കുന്നത് ആർക്ക് വേണ്ടിയാണ് എന്നുള്ള ചോദ്യമാണ് ഉയർന്നു വരുന്നത്. ഇതിനുള്ള കൃത്യമായ മറുപടി അല്ലെങ്കിൽ നടപടി മേയർ വി രാജേഷ് നിലവിൽ സ്വീകരിക്കുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നമ്മുടെ നികുതി പണമാണ് ഇത്തരത്തിൽ കോടിക്കണക്കിന് രൂപ ചെലവഴിച്ചുകൊണ്ട് ആർക്കും ഉപകാരപ്പെടാത്ത വിധത്തിൽ ഇത്തരത്തിൽ ബിൽഡിങ്ങുകൾ കെട്ടിപ്പൊക്കിയിരിക്കുന്നത്. അതായത് കേന്ദ്ര സർക്കാരിൻ്റെ പണം ഉപയോഗിച്ചുകൊണ്ടാണ് ഇത്തരത്തിൽ നഗരസഭ 2015 മുതൽ 2025 വരെ ആർക്കും ഉപകാരപ്പെടാത്ത വിധത്തിൽ ഇത്തരത്തിൽ കെട്ടിടങ്ങൾ കെട്ടിപ്പൊക്കിയിരിക്കുന്നത്. ക്യാമറമാൻ ആഷിക്കിനൊപ്പം അമൽ രുദ്ര, മറുനാടൻ മലയാളി, തിരുവനന്തപുരം.